എല്ലാവർക്കും നമസ്കാരം. സച്ചിതം ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു തറവാട്ടിലേക്കാണ്. മലയാള സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പ്രാഥമിക സ്ഥാനം അലങ്കരിക്കുന്ന ഈ തറവാട് അന്യഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ 150-ൽ പരം സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ സ്വന്തം മംഗലശ്ശേരി, അതായത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപം മനുശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മന. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്ക കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് വരിക്കാശ്ശേരി മന നിലകൊള്ളുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇവിടെ വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത്. 300 വർഷം പഴക്കമുള്ള 6 ഏക്കറോളം സ്ഥലമടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളുള്ള നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യാപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 പത്തായപ്പുരകൾ, കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഒരിടവും സംഭവിക്കാതെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു. ഒറ്റപ്പാലം സ്വദേശിയായ വി ഹരിദാസ് എന്ന വ്യക്തിയാണ് മനയുടെ ഉടമസ്ഥൻ. അരമന ഗ്രൂപ്പ് എന്നൊരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് കീഴിലാണ് മനയുടെ സംരക്ഷണവും നടത്തിപ്പും. വരിക്കാശ്ശേരി മന കുടുംബക്കാർക്ക് ട്രസ്റ്റിൽ സ്ഥാനവും നിശ്ചിത പങ്കാളിത്തവും നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. സിനിമാ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല. തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ചത്. എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരിയായാണ് വരിക്കാശ്ശേരി മനയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത്. പിന്നീട് ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വല്യേട്ടൻ, ബസ് കണ്ടക്ടർ, ദ്രോണ, മാടമ്പി, സിംഹാസനം, മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. ഏകദേശം 150-ൽ അധികം ചിത്രങ്ങൾക്ക് ഇവിടം ലൊക്കേഷനായിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട്.